ഹായ് കൂട്ടുകാരെ, അപ്പം നമുക്കിന്നൊരു കല്യാണത്തിന് പോകാനുണ്ട്. അതിനുവേണ്ടി ഞാനും അച്ചുവും റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്കിനി അല്ലുവിനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനുണ്ട്. അവളെയും കൂടി വിളിച്ചുകൊണ്ട് വേണം നമുക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അവിടെ വീട്ടിലെത്തിയ സമയത്ത് അവൾ റെഡിയായി നിൽക്കുകയായിരുന്നു കേട്ടോ. ഒരു 12 മണി കഴിഞ്ഞായിരുന്നു നമ്മുടെ കല്യാണം. അപ്പോൾ നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ കല്യാണത്തിന് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ 2 വീലറിലാണ് പോകുന്നത്. അവിടുത്തെ വണ്ടി പോയില്ല എന്ന് വെച്ചാൽ അവിടുത്തെ വണ്ടി പോകുമ്പോൾ നമ്മൾ രാവിലെ പോകണം. അപ്പോൾ നമ്മൾ കുറച്ച് സമയമായി, കല്യാണത്തിന് സമയമായപ്പോഴാണ് അവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ ചെന്ന സമയത്ത് കല്യാണത്തിന് മുഹൂർത്തമൊക്കെ ആയി. അങ്ങനെ കല്യാണമൊക്കെ കണ്ടു. ഇനി നമ്മുടെ അടുത്ത ചടങ്ങെന്ന് പറയുന്നത് നമുക്ക് ചോറുണ്ണാൻ പോകണം എന്നുള്ളതാണ്. അപ്പം കല്യാണ സദ്യ കഴിക്കാൻ വേണ്ടി എന്തായാലും ചെന്ന സമയത്ത് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സീറ്റ് കിട്ടി ഞങ്ങൾ കല്യാണ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കൊല്ലത്തെ സദ്യ എന്ന് പറയുമ്പോൾ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ആദ്യം ചോറ്, പരിപ്പ്, പപ്പടം അങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സാമ്പാറും കൂട്ടിയാണ് കേട്ടോ കഴിക്കുന്നത്. അത് കഴിഞ്ഞാലാണ് നമ്മുടെ പായസങ്ങളൊക്കെ വരുന്നത്. ആദ്യം പ്രഥമൻ, പിന്നെ നമ്മുടെ ബോളിയില്ലേ, ബോളിയും ബ്രഹ്മസലിയും, പിന്നെ അത് കഴിഞ്ഞാൽ വേറൊരു പായസം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 3 തരം പായസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കൂട്ടി അവസാനം കുറച്ച് മോരൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അധികം ഇവിടെ നിന്ന് കറങ്ങുന്നില്ല, നല്ല വെയിലായിരുന്നു. അപ്പം പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.